അപ്പൊ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് വരികയും അദ്ദേഹത്തിന്റെയും മുരീദന്മാരുടെയും ചില നിലപാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോ ഈ നിലപാടുകൾ കേരളത്തിന്റെ ആത്മീയ പശ്ചാത്തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഷെയ്ഖ് ജിഫ്രി അതിന് ഇടപെട്ടിട്ട് ആത്മീയതയിൽ തസവുഫില് ഒരുപാട് തസവുഫ് എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായ നിലക്കായിരിക്കണം, അതിന് വളവുകൾ ഉണ്ടാകാൻ പാടില്ല, തിരിവുകൾ ഉണ്ടാകാൻ പാടില്ല, വൈകല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിക്കുകയും ആ വൈകല്യങ്ങളുള്ള ത്വരീഖത്തുകളെ, ആ വൈകല്യങ്ങളുള്ള വഴികളെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ജനങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഈ സമൂഹത്തെ അഭ്യപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു ഒരു ഭാഗത്ത് ജനങ്ങളുടെ ആത്മീയ വളർച്ച, രണ്ടാമത്തത് ബിദ്അത്തിനെതിരെയുള്ള അതിശക്തമായ ഇടപെടലുകൾ, മൂന്നാമത്തത് തസവൂഫിലെ തന്നെ കള്ളനാണയങ്ങൾക്കെതിരെയുള്ള ഇടപെടലുകൾ, മൂന്നാമത്തത് സാമൂഹിക നിർമ്മിതി. ഇതൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് ഇവിടെയുള്ള ഇതര മതസമൂഹങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ, ഭരണകൂടങ്ങളുമായി രമ്യതയിൽ പെരുമാറുന്നത്. ഫതഹ് അലി ടിപ്പു സുൽത്താൻ ഷെയ്ഖ് ജിഫ്രിയുടെ മുരീദാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ബാലവി, ഖാദിരി ത്വരീഖകളുടെ ഷെയ്ഖായിരുന്നു അദ്ദേഹം. മമ്പുറം തങ്ങളുടെ ആധ്യാത്മിക ഷെയ്ഖായിരുന്നു അദ്ദേഹം. ഉമർ ഖാദിയുടെ ഗുരുവര്യരായിരുന്നു അദ്ദേഹം. അതുപോലെ വെല്ലൂരിലെ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ അവരുടെ ഉപ്പയുടെ അവരുടെ ആ കുടുംബത്തിന്റെ ഷെയ്ഖായിരുന്നു അദ്ദേഹം. ഇങ്ങനെ വലിയ ഒരു ശൃംഖല അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്.